പീച്ചി പോലീസ് സ്റ്റേഷനിൽ കൈക്കൂലി വാങ്ങി പോലീസിന്റെ ഒത്തുകളി. ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ ഔസേപ്പിന്റെ മകനെയും മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ പണം വാങ്ങി കേസ് ഒതുക്കി. പരാതിക്കാരൻ ദിനേഷ് 5 ലക്ഷം രൂപ നൽകിയത് SI പറഞ്ഞിട്ടാണെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് 24നോട് പറഞ്ഞു. പണം കൈമാറുന്ന ദൃശ്യങ്ങൾ 24ന് കിട്ടി. നാല് പേരെയും റിമാൻഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അവനായിട്ട് സംസാരിക്കാനുണ്ടായി, ഈ പരാതിക്കാരനായിട്ട് ദിനേശനായിട്ട് സംസാരിക്കാനുണ്ടായത്. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ സർക്കിൾ ഇൻസ്പെക്ടർ ഈ SHO എടുക്കും. 2 ലക്ഷം രൂപ ഈ ദിനേശ് എടുക്കും. അപ്പോൾ 3 + 2 5 ലക്ഷം രൂപ നൽകണം. 4 ലക്ഷം കൊടുത്തിട്ട് അവനോട് വീണ്ടും നമ്മൾ സംസാരിച്ച് 4 ലക്ഷത്തിൽ തീർത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 4 ലക്ഷത്തിൽ തീർക്കാൻ സാധിക്കില്ല, അത് നിങ്ങൾ 5 ലക്ഷം തന്നെ തരണം. എനിക്ക് ഇതിൽ 2 ലക്ഷമേ ഉള്ളൂ. 3 ലക്ഷം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും ഈ SI രതീഷിനും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് 5 ലക്ഷം തന്നെ തരണം. അങ്ങനെ ഞാൻ 1 ലക്ഷം കൂടി കൊടുത്ത് 5 ലക്ഷം കൊടുത്തു. എന്നാൽ ഔസേപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 5000 രൂപ മാത്രമെന്ന് പരാതിക്കാരൻ ദിനേഷ് 24നോട് പറഞ്ഞു. 5 ലക്ഷം രൂപ നൽകിയെന്ന് പറഞ്ഞത് കള്ളമാണ്. ഔസേപ്പ് നൽകിയ പരാതിയിൽ പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ദിനേഷ് പറഞ്ഞു. എന്നെ ചവിട്ടി കൂട്ടി തല്ലി, എന്നെ എന്താ പറയാ, എന്റെ കാലൊക്കെ വളർത്തി ചെവി അടിച്ച് അതൊക്കെ കോടതി കിടക്കുന്നതാണ്. എന്റെ ചെവി പഴുത്ത് ഔസേപ്പിന് ഉമ്മർത്തിട്ട് എന്നെ തല്ലിയത്. ഔസേപ്പ് ചിരിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. എനിക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന 5000 രൂപ തന്നിട്ടുണ്ട്. ഔസേപ്പ് ഈ കേസ് ഒഴിവാക്കണം, എന്റെ അവനെ രക്ഷിക്കണം, തല്ലിയത് ഒഴിവാക്കണേ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല, തന്നിട്ടില്ല. കേസ് തീർന്നത് ഔസേപ്പ് പറഞ്ഞു അവിടെ എനിക്കൊരു ജോലി തരാ പറഞ്ഞു. ഞാൻ കുക്കാണ്, എനിക്ക് ജോലി തരാന്ന് പറഞ്ഞ് എന്നെ വാഗ്ദാനം പറഞ്ഞ് നുണ പറഞ്ഞ് അത് പറ്റിച്ച് രസീറ്റിന്റെ ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് കുറെ നോട്ട് കെട്ടുകൾ എടുക്കുന്ന പോലെ അയാൾ തന്നെ എല്ലാം ചെയ്ത് അയാൾ തന്നെ എന്തൊക്കെയാ കുറെ ചെയ്യണുണ്ട്. ഞാൻ കൈ നോക്കുന്ന എല്ലാ ദൃശ്യങ്ങളും അവിടെ അയാളുടെ അടുത്തുണ്ട്. റാഫി കിരീമ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. റാഫി, ഔസേപ്പിന്റെ മകനെയും മാനേജരെയും തല്ലുന്നു, അത് കഴിഞ്ഞ് പണം കൊടുത്ത് കേസ് തീർപ്പാക്കാൻ ശ്രമിക്കുന്നു. പണം കൊടുത്തതിൽ ഒരു പങ്ക് പോലീസിനാണ് എന്ന് ഔസേപ്പ് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങൾ പോലീസ് മർദ്ദനത്തിന്റെയും തുടർന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെയും അതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് പീച്ചിയിലും കണ്ടത്. റാഫി, ഹാഷിമി, തീർച്ചയായും വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് വേണം പറയാൻ. കാരണം ഒരു ഹോട്ടലിൽ ഒരു ചെറിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നു, ബിരിയാണി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ പരാതി നൽകുന്നു പോലീസ് സ്റ്റേഷനിൽ. പരാതിക്ക് പിന്നാലെ തന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഹോട്ടൽ ഉടമയുടെ മകനെയും അവിടുത്തെ ജീവനക്കാരെയും പോലീസ് വിളിച്ചു വരുത്തുന്നു. ശേഷം ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം ഹോട്ടൽ ഉടമയെ വിളിച്ചു വരുത്തുന്നു. ശേഷം ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, പോക്സോ കേസിലടക്കം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം ഈ സ്ഥലം SI ഈ ഹോട്ടൽ ഉടമയോട് ആവശ്യപ്പെടുന്നത് പരാതിക്കാരനുമായി സെറ്റിൽ ചെയ്യൂ, അങ്ങനെയെങ്കിൽ ഈ വിഷയം തീർക്കാമെന്നാണ്. അങ്ങനെ ഈ ഹോട്ടൽ ഉടമ പരാതിക്കാരനായ ദിനേശിനെ പോയി കാണുന്നു. ഈ പരാതിക്കാരനായ ദിനേശ് 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. ഈ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് പരാതിക്കാരൻ പറയുന്നത് 3 ലക്ഷം രൂപ SIക്ക് നൽകണം, 2 ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ എത്തിച്ച് 5 ലക്ഷം രൂപ നൽകുന്നു. പണം കിട്ടിയെന്ന് ദിനേശ് SI അറിയിക്കുന്നു. അങ്ങനെ പണം കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം SI ഇവരെല്ലാം തന്നെ ഒരു രേഖകളുമില്ലാതെ, ഒരു കേസും എടുക്കാതെ, ഒരു നടപടിയുമില്ലാതെ വെറുതെ വിടുന്നു. ഇതാണ് ഈ പീച്ചി പോലീസ് സ്റ്റേഷനിൽ മെയ് മാസത്തിൽ 24-ാം തീയതി അരങ്ങേറിയ സംഭവം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഒരു പരാതിക്കാരനെ സൃഷ്ടിച്ചുകൊണ്ട് ആ പരാതിക്കാരനുമായി ഒത്തുകളിച്ചുകൊണ്ട് നടത്തിയ ഒരു സംഭവമാണ് ഇതെന്നുള്ളതാണ്. കാരണം ഒരു പരാതിക്കാരന് പരാതി നൽകിയതിന് പിന്നാലെ FIR ഇടാതെ, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ 4 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ 4 പേരെയും ക്രൂരമായി മർദ്ദിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ, ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിയമ പോരാട്ടത്തിനൊടുവിൽ ഔസേപ്പ് എന്ന വ്യക്തി നേടിയെടുത്തത്. ആ ദൃശ്യങ്ങളാണ് 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഈ മർദ്ദനങ്ങൾക്ക് പിന്നാലെ ഈ ഔസേപ്പിനോട് പറയുന്നത് മകനെ പോക്സോ കേസിൽ ഒപ്പം തന്നെ കൊലപാതക ശ്രമത്തിനടക്കം പ്രതിയാക്കി റിമാൻഡ് ചെയ്യും. ശനിയാഴ്ചയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ശനിയാഴ്ച ഈ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക. പിന്നീട് അത് ജയിലിൽ ദിവസങ്ങളോളം കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ പരാതിക്കാരനെ കണ്ട് നിങ്ങൾ പണം നൽകി സെറ്റിൽ ചെയ്യുമെന്ന് SI തന്നെ പറയുന്നു. അങ്ങനെ ഔസേപ്പ് ഈ പരാതിക്കാരനെ കാണുകയും സംസാരിക്കുകയും 5 ലക്ഷം രൂപ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി പരാതിക്കാരൻ
പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പീച്ചി പോലീസ് സ്റ്റേഷനിലുണ്ടായത്. തുടർന്ന് ഔസേപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുകയും ചെയ്തത്. ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും അന്വേഷണം നടന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. SI ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ CI റാങ്കിലേക്ക് ഉയർത്തുന്നു. പിന്നീട് ഇദ്ദേഹം ഇപ്പോൾ കടവന്ത്ര സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ജോലി ചെയ്യുകയാണ് CI റാങ്കിൽ. അതായത് ഒരു ഉദ്യോഗസ്ഥനെതിരെ വലിയൊരു ആക്ഷേപം തെളിവുകളടക്കം പുറത്തുവിട്ടതിന് ശേഷവും സർക്കാർ പോലീസ് വകുപ്പ് ഇതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് തൃശ്ശൂർ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ട് പറയുന്നത് കുന്നംകുളത്തേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് പീച്ചിയിലേതെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ്, അതായത് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ ഈ പരാതിക്കാരനുമായി സംസാരിച്ചിരുന്നു, ദിനേശുമായി സംസാരിച്ചിരുന്നു. പണം വാങ്ങിയത് ദിനേശ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ തുകയുടെ വലിപ്പം സംബന്ധിച്ച് മാത്രമാണ് ദിനേശിന് ആക്ഷേപമുള്ളത്. ഒപ്പം തന്നെ ഈ പരാതിക്കാരനായ ഔസേപ്പിന്റെ പരാതിയിൽ ദിനേശിനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അത് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ CI ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപമാണ് ദിനേശ് ഉന്നയിക്കുന്നത്. ഈ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ CIയുടെ മർദ്ദനത്തിൽ ദിനേശിന്റെ കേൾവി ശക്തി അടക്കം നഷ്ടമാകുന്ന ഒരു യെസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആദ്യം ഔസേപ്പിന്റെ മകനെയും ഹോട്ടലിലെ മാനേജരെയും മർദ്ദിക്കുന്നു. അതിനുശേഷം ക്യാഷിന്റെ ഡീൽ. അതിനുശേഷം ഔസേപ്പിന്റെ പരാതിയിൽ ഈ ആദ്യത്തെ പരാതിക്കാരൻ ദിനേശിനെ മർദ്ദിക്കുന്നു. മൊത്തത്തിൽ തല്ലുമാലയുടെ സുജിത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങളുടെ അട്രോസിറ്റികളുടെ നീണ്ട നിര ഒന്നൊന്നായി പറയാൻ ഭയന്നിരുന്നവർ പുറത്തേക്ക് വന്ന് പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.